എനിക്ക് ശരത്ചന്ദ്ര ബോസ് വക്കീലിനെ പറ്റി ധാരാളം കേട്ടറിയാമെങ്കിലും അദ്ദേഹത്തോട് അടുത്ത് ഇടപെടാൻ എനിക്ക് വാസ്തവത്തിൽ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തെ കാണുന്നത് പോലെ തന്നെ സൗന്ദര്യപൂർണമായ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ടാണ് ആരും അല്പം നടുങ്ങിപ്പോകുന്ന ഈ കാലഘട്ടത്തിലെ ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഭാരതത്തിൻ്റെ തനതായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ആശയം. നമ്മുടെ മതംഗ മാമുനി നീലിയോടൊരിക്കൽ പറഞ്ഞു, ശ്രേഷ്ഠത ജാതിക്കല്ല കർമ്മത്തിനത്രേ, മൂഢചേഷ്ടകൾ കാണിക്കായിക മകളെ പേടിക്കായിക. അപ്പം ജാതിക്ക് എതിരെ ഉള്ള ശബ്ദം ലോകത്താദ്യം ഉയർന്ന രാജ്യങ്ങളിൽ ഒന്ന് അഥവാ അതിപ്രധാന ജനസമൂഹം ഭാരതം ആണ്. ഭാരതം എന്ന് പറഞ്ഞാൽ ഭരതൻ ഭരിച്ചതുകൊണ്ട് ഭാരതമായതല്ല. ഭാസിൽ രതിക്കുന്ന ഒരു ജനതയുടെ നാടെന്ന നിലയ്ക്കാണ് നമ്മൾ ഭാരതീയരായത്. ഭാസ് എന്നാൽ പ്രശംസനീയമായ പരിജ്ഞാനം, വിവേകം, അറിവ്, ആഴത്തിലുള്ള അത്തരം പരിചിന്തന സംസ്കൃതി, ഇതൊക്കെ ചേരുന്ന വലിയ ദർശന വൈശിഷ്ട്യമുള്ള ഒരു ജനതയുടെ നാടെന്ന നിലയ്ക്കും നാം ഭാരതീയരാണ്. അപ്പോൾ ഭാരതം വലിയ മൂല്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത രാജ്യമാണ്. ഋഷിമാരുടെ മഹാതപസ്സുകൊണ്ട് അവർക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞ വൈജ്ഞാനിക വിഭവങ്ങൾ ലോകത്തിന് കൊടുത്ത രാജ്യം കൂടിയാണ് ഈ മഹാഭാരതം. ഭാരതത്തിന് അനുവദനീയവും അഭിലഷണീയവും എന്നാൽ ഇടക്കാലത്ത് നാം വിട്ടുപോയ ജാതി ചോദിക്കാനും പറയാനും നടത്താനും ആചരിക്കാനും അനുഷ്ഠിക്കാനുമൊക്കെ ശീലിച്ചു പോയ ഒരു ജനത വിളിച്ചു വരുത്തിയ വൈകൃതങ്ങളുടെ ഒരു സമ്മിശ്ര സമൂഹത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ജാതി വരുത്തി വച്ച വിപത്തുകൾ അലംഘനീയങ്ങളാണെന്ന് വിശ്വസിപ്പിച്ച് ജനങ്ങൾ പരമ്പരയായി പിന്തുടർന്നു പോകുന്ന ആ സമ്പ്രദായങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ നിരവധി മേന്മകളെ തള്ളിമറിച്ചിടുന്നതും പരാജയപ്പെടുത്തുന്നതും ഒന്നാണ്. അതുകൊണ്ട് ജാതി ഉപേക്ഷിക്കുക, ജാതി വർജിക്കുക, ജാതിക്കെതിരായി ചിന്തിക്കുക, ജാതിയുടെ പേരിൽ സ്ഥാപിക്കപ്പെടുന്ന സംവിധാനങ്ങളെ എതിർക്കുക തുടങ്ങിയ വലിയ മൂല്യവത്തായ ആശയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ശ്രീ ശരത്ചന്ദ്ര ബോസ് കഴിഞ്ഞ 54 ദിവസം, ചെറിയ കാര്യമല്ല, കേരളത്തിനകത്ത് നമുക്ക് ഒരു മലയാളി സമൂഹത്തിൽപ്പെട്ട അദ്ദേഹത്തിന് എന്ത് പ്രകടനവും നടത്താം. പക്ഷെ തൊട്ടടുത്ത് തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ, അപ്പുറത്ത് കന്നഡയിലേക്ക് ചെല്ലുമ്പോൾ, അവിടെ നിന്ന് ഹിന്ദി മേഖലയിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ ചെറുതല്ല. അതിനെയൊക്കെ അതിജീവിച്ച് കാറ്റും മഴയും വെയിലും കാലാവസ്ഥാ വൈവിധ്യങ്ങളുമൊക്കെ സഹിച്ചുകൊണ്ട് അദ്ദേഹം തത്വത്തിൽ ഒരു ഭഗീരഥ പ്രയത്നമാണ് ഈ വിഷയത്തിൽ ചെയ്തത്. ഇപ്പോൾ ഇതിന് വ്യാപകമായ പ്രസക്തമായ അംഗീകാരം ലഭിച്ചു എന്ന് വരില്ല. എന്നാൽ ഇനി ഒരവസരത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ ഇന്ത്യയുടെ ചരിത്രം വിസ്മരിക്കാതെ സൂക്ഷിക്കുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ആശയം പരിരക്ഷിക്കപ്പെടുകയും ഇത് പരിപാലിക്കപ്പെടുകയും ചെയ്യും എന്ന് ഉറപ്പുള്ള ആത്മവിശ്വാസം, ആ ഒരു തൻ്റെ ഇടമാണ് അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചത്. ജാതിയുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന മഹാവിപത്തുകൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇന്നും അരങ്ങേറുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. അനവധി സംഭവങ്ങൾ വേണ്ടെന്ന് വയ്ക്കാനും അനവധി പ്രതിസന്ധികൾ ഏറ്റെടുക്കാനും സാധിക്കുന്നവർക്ക് മാത്രമാണ് സാമൂഹ്യ വിപ്ലവം നടത്താൻ സാധിക്കുന്നത്. ഇന്നലെ ചെയ്തോരബദ്ധം മർത്യർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം, അതിൽ മൂളായിക സമ്മതം രാജൻ എന്നാണ് മഹാകവി കുമാരനാശാൻ പറഞ്ഞത്. ക്രാന്തദർശികളാണ് കവികൾ. ഇനി വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നേരത്തെ വസ്തുതാപരമായി തിരിച്ചറിയാൻ കഴിയുന്ന ദാർശനികതയാണ് ഇത്തരം സമരയോദ്ധാക്കളുടെയും പിൻബലമായ ധാർമ്മിക മൂർച്ച. അത് വിദ്യാഭ്യാസം കൊണ്ടും അനുഭവ പരിചയം കൊണ്ടും സംസർഗവിശേഷം കൊണ്ടും ലോക പരിചയം കൊണ്ടും വായന കൊണ്ടും ധാരാളം ആർജിക്കാൻ സാധിച്ചിട്ടുള്ള ആളാണ് അഡ്വക്കേറ്റ് ശരത്ചന്ദ്ര ബോസ്. അദ്ദേഹം ഈ ചെയ്യുന്നത്, നിങ്ങൾ ഉപേക്ഷിക്കുക ഈ ജാതി, നിങ്ങൾ വർജിക്കുക ഈ ജാതി, നിങ്ങൾ കൈയൊഴിയുക ഈ ജാതി എന്ന്
ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഉറക്കെ പറയണമെങ്കിൽ അതിനൊരു പേഴ്സണാലിറ്റി പ്രത്യേകം വേണം, ഒരു ഗട്ട്സ് പ്രത്യേകം വേണം, ഒരു കരുത്ത് പ്രത്യേകം വേണം, ഒരു ജന്മസിദ്ധമായ തൻ്റെ ഇടം പ്രത്യേകം വേണം. ഇതൊക്കെ കൂടി സമ്മിശ്രമായി കൂടിക്കലർന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ്. അതുകൊണ്ട് ഇപ്പോൾ തൻ്റെ ഇടം എന്ന് പറയുമ്പോൾ ആണ് മീശ വെച്ചതുകൊണ്ടും കൊച്ചുങ്ങൾ അച്ചാന്ന് വിളിച്ചതുകൊണ്ടും കൊച്ചാപ്പാന്ന് അനിയൻ്റെ മക്കൾ വലിയ ചേട്ടൻ്റെ മക്കൾ വിളിച്ചതുകൊണ്ടും ഒരാൾ ആണാകത്തില്ല. ആണത്വം എന്നത് മത്സരപരമായ, പരീക്ഷണപരമായ, പ്രതിഷേധപരമായ, പ്രതിസന്ധി നിബിഡമായ അനവധി സാഹചര്യങ്ങളെ അതിശക്തമായി ആത്മബലം കൊടുത്ത് നേരിട്ടു നിന്ന് എതിർത്ത് തളർന്നു പോകാതെ മുന്നേറാൻ കഴിയുന്ന വിജൃംഭിതമായ അടിസ്ഥാന വീര്യത്തിൻ്റെ സ്രോതസ്സാണ് കരുത്ത്, അല്ലേ? ആ കരുത്ത് സമാഹരിക്കാൻ അനുഭവ സമ്പത്തിലൂടെ സാധിച്ച നമ്മുടെ പ്രിയങ്കരനായ, നമ്മളൊക്കെ വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പരിഗണിക്കുന്ന അഡ്വക്കേറ്റ് ശരത്ചന്ദ്ര ബോസ് കൈവിടാതെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ദി കാസ്റ്റ് എവേ കമ്മ്യൂണിറ്റി, എ സൊസൈറ്റി വിതൗട്ട് എനി കാസ്റ്റ് ഓർ സച്ച് ബാറിങ്സ്. ദാറ്റ് ഈസ് ഹിസ് അൾട്ടിമേറ്റ് ഗോൾ ഓർ എയിം. ഡെഫിനറ്റ്ലി നോ ഡൗട്ട് ദാറ്റ് ഹി വിൽ അച്ചീവ് അറ്റ് ലാസ്റ്റ്. ഇതിന് അല്പം കൂടി സമയമെടുക്കും. ഒരു സുപ്രഭാതത്തിൽ സാധിക്കുന്നതല്ല ഈ കാര്യം. ആശയങ്ങൾ ദീർഘങ്ങളായ കാലങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടുകയും നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നതിന് വേണ്ടി മുൻകൂട്ടി ഉന്നയിക്കപ്പെടുന്ന ചിന്തകളാണ് ഇത്തരം ആശയങ്ങൾ. ഇപ്പോൾ കയ്യടി കുറയും, പിന്തുണ കുറയും, പക്ഷേ ഞാൻ ഇട്ടിട്ട് പോവുകയില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ മനസ്സുമായി ഒരു സംഘം സാഹസികരായ ചെറുപ്പക്കാരുമായി കഴിഞ്ഞ 54 ദിവസം ഇന്ത്യയുടെ ഹൃദയഭൂമികളിലൂടെ സഞ്ചരിച്ച് വീണ്ടും തലസ്ഥാനത്ത് എത്തി ഇവിടുത്തെ പൗരജനങ്ങൾ നൽകുന്ന സ്വീകരണത്തിനും സന്തോഷത്തിനും അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും എത്തിയിരിക്കുന്ന വളരെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ശരത്ചന്ദ്ര ബോസിനെ ഞാൻ ഏറെ പ്രത്യാശകളോടെ, അഭിമാനത്തോടെ, സന്തോഷത്തോടെ ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങൾ പ്രബുദ്ധരാണ്, ഞാൻ നിങ്ങളുടെയൊക്കെ വകയായി മനസ്സോടെ തന്നെ ഈ ഉപഹാരം അദ്ദേഹത്തെ അണിയിക്കും. ഇത് ഒരു നല്ല തുടക്കമായിരിക്കട്ടെ, ഇത് നിരന്തരമായി നിലനിൽക്കട്ടെ, ഈ ആശയം ജനഹൃദയങ്ങളിൽ ജീവിച്ച് വിജയം വരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.